എല്ലാവർക്കും നമസ്കാരം. 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. പുന്നാട് LP സ്കൂൾ സേവന പാതയിൽ 114 വർഷം പിന്നിടുകയാണ്. 1911 കൊല്ലറോൻ രാമൻ ഗുരുക്കൾ ഈ വിദ്യാലയം സ്ഥാപിച്ചു. പുന്നാട് നരയംവയൽ എന്ന സ്ഥലത്ത് തുടക്കം കുറിച്ച വിദ്യാലയം പിന്നീട് അഗ്നിക്കിരയാവുകയും 3 വർഷത്തോളം കാരായി കുഞ്ഞിരാമൻ എന്നവരുടെ കടയുടെ മുകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ശേഷം ശ്രീ കേശവൻ മാസ്റ്ററുടെ അച്ഛൻ ഇന്ന് കാണുന്ന ഈ വിദ്യാലയത്തിന് തുടക്കം കുറിച്ചു. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ പദവി വഹിക്കുന്നത് ശ്രീ കേശവൻ മാസ്റ്ററുടെ ഭാര്യ ശ്രീമതി ശാരദ ടീച്ചറാണ്. 2024-25 അധ്യയന വർഷം ജൂൺ 3 പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ TV പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വർണ്ണപ്പകിട്ടാർന്ന ആഘോഷത്തോടെ നവാഗതരെ സ്വീകരിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. പുതുതായെത്തിയ കുട്ടികൾക്ക് മാനേജ്മെന്റ് വക യൂണിഫോം, ബാഗ് എന്നിവ സമ്മാനിച്ചു. ചടങ്ങിൽ LSS വിജയികളായ സന സിദ്ദിഖ് P, സിനാൻ P, നജില KK എന്നിവരെ അനുമോദിച്ചു. മാനേജ്മെന്റ് വക ക്യാഷ് അവാർഡും ക്ലാസ് ടീച്ചർ ശ്രീമതി റാഷിദ ടീച്ചർ വക മൊമെന്റോയും നൽകി. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അന്നേ ദിവസം കീഴൂരിലെ ഇസാഫ് ബാങ്കിന്റെ വക മധുരപലഹാരം വിതരണം ചെയ്തു. കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ 5 വിദ്യാർത്ഥികൾക്ക് പൂനെയിൽ എഞ്ചിനീയറായ ശ്രീ വരക്കോത്ത് മുരളീധരന്റെ വകയായി പഠനത്തിനൊരു കൈത്താങ്ങ് എന്ന പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിച്ചു. അദ്ദേഹം 500,000 രൂപ അതിനായി നീക്കിവെക്കുകയും അതിന്റെ പലിശ ഉപയോഗിച്ച് 5 വിദ്യാർത്ഥികൾക്ക് സഹായം നൽകി വരികയും ചെയ്യുന്നു. സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകർ, മാനേജർ, വാർഡ് കൗൺസിലർ, PTA, മദർ PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യം പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. ശേഷം സിദ്ദീഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം. വൃക്ഷത്തൈ നടൽ, പ്രതിജ്ഞ, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ TV വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ PTA പ്രസിഡന്റ് ശ്രീ ബാബു, മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഹേമലത എന്നിവർ പങ്കെടുത്തു. ജൂൺ 13 പേവിഷബാധയുമായി ബന്ധപ്പെട്ട് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ശ്രീമതി ഷംന കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആശാവർക്കർ ശ്രീമതി റീനയും ചടങ്ങിൽ സംബന്ധിച്ചു. ജൂൺ 14 ബക്രീദ് ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ഇശൽ നിലാവ് പരിപാടിയിൽ മൈലാഞ്ചി മഞ്ച്, പെരുന്നാൾ ക്ലിക്ക്, ഗാനാലാപനം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് PN പണിക്കർ അനുസ്മരണം നടന്നു. ഡോക്യുമെന്ററി പ്രദർശനം, ക്വിസ് മത്സരം, വായനാ മത്സരം, പോസ്റ്റർ നിർമ്മാണം എന്നിവയും നടത്തി. ഇതോടനുബന്ധിച്ച് വിദ്യാരംഗം ഉദ്ഘാടനം ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക ശ്രീമതി റീന TV നിർവഹിച്ചു. ജൂൺ 25 ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇരിട്ടി നഗരസഭയുടെ വകയായി സ്പോർട്സ് കിറ്റ് സ്കൂളിന് ലഭിക്കുകയുണ്ടായി. മുനിസിപ്പാലിറ്റിയോട് ഇതിനുള്ള കടപ്പാട് അറിയിക്കുന്നു. ജൂൺ 28 ചേർന്ന PTA ജനറൽ ബോഡി യോഗത്തിൽ 7-അംഗ PTA കമ്മിറ്റി ശ്രീ K സജീഷിനെ പ്രസിഡന്റായും ശ്രീ PP ഹൈദരലിയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. 12-അംഗ മദർ PTA കമ്മിറ്റി ശ്രീമതി MP രേഷ്മയെ മദർ PTA പ്രസിഡന്റായും ശ്രീമതി K സരിത ശിവദാസിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ബഷീർ കഥാപാത്രങ്ങളായി മാറിയ ചില കുട്ടികൾ സ്കൂൾ മുറ്റത്ത് കൊണ്ടുവന്ന ആടുമായി അല്പനേരം ചെലവഴിച്ചത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. ജൂലൈ 18 മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട് പുന്നാടി യൂണിറ്റ് യൂത്ത് കോൺഗ്രസിന്റെ വകയായി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം, പ്രച്ഛന്നവേഷം, റോക്കറ്റ് മോഡൽ നിർമ്മാണം, വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു. കുട്ടികളിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ ലീഡറായി ഫൈഹ മറിയം ലിലാറിനെയും ഡെപ്യൂട്ടി ലീഡറായി മുഹമ്മദ് നജിറാസിനെയും തെരഞ്ഞെടുത്തു. ജൂലൈ 26 മുസ്ലിം ലീഗ് പുന്നാടി യൂണിറ്റിന്റെ വകയായി
ചന്ദ്രിക ദിനപത്രത്തിന്റെ അറിവിൻ തിളക്കം പദ്ധതി സ്കൂളിൽ ആരംഭിക്കുകയും ഈ അധ്യയന വർഷം 2 വീതം പത്രങ്ങൾ നൽകി വരികയും ചെയ്യുന്നുണ്ട്. വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ വിവിധ വേഷമണിഞ്ഞ് റാലിയും ദേശഭക്തി ഗാനാലാപനം, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ക്വിസ് മത്സരം, പതാക നിർമ്മാണം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സജീഷിന്റെ സ്നേഹ സമ്മാനമായി കുട്ടികൾക്കാവശ്യമായ സ്റ്റീൽ ഗ്ലാസുകൾ നൽകി. കൂടാതെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് തൂമ്പ, റബ്ബർ കൊട്ട എന്നിവയും നൽകുകയുണ്ടായി. സജീഷിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. മാവേലി മന്നന്റെ അകമ്പടിയോടെ ഇത്തവണയും വളരെ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം നടന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പൂക്കളം, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വിവിധ മത്സരങ്ങൾ, വാശിയേറിയ വടംവലി എന്നിവ നടന്നു. ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. ആഗസ്റ്റ് 28-ന് ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാതല LP വിഭാഗം അക്ഷരമുറ്റം ക്വിസിൽ 4ാം ക്ലാസ്സിലെ ശ്രീതാവി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്കൂളിന് അഭിമാനാർഹമായ നേട്ടമായി. ശ്രീതയ്ക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ അപ്രതീക്ഷിതമായി SBI പുന്നാട് മാനേജറും സഹപ്രവർത്തകയും ഉളിയിലെ വനിതാ സോഷ്യൽ വർക്കേഴ്സ് അംഗങ്ങളും സ്കൂളിലെത്തുകയും അധ്യാപകർക്ക് ആശംസ നേരുകയും സ്നേഹ സമ്മാനം നൽകുകയും ചെയ്തത് നമ്മെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത അനുഭവമായി. സെപ്റ്റംബർ 25-ന് 2ാമത്തെ PTA ജനറൽ ബോഡി യോഗവും തുടർന്ന് ക്ലാസ് PTA യോഗവും നടന്നു. പാദവാർഷിക മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തുടർ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂളും പരിസരവും വൃത്തിയാക്കുകയും ഗാന്ധി സ്മരണ പുതുക്കുകയും ചെയ്തു. ഒക്ടോബർ 18, 19 തീയതികളിൽ ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാതല ശാസ്ത്രമേളയിൽ LP UP തലത്തിൽ പരമാവധി കുട്ടികളെ പങ്കെടുപ്പിച്ചു. ഭൂരിഭാഗം കുട്ടികൾക്കും A ഗ്രേഡ് നേടാൻ സാധിച്ചത് വലിയ നേട്ടമായി. ഒക്ടോബർ 28 മുതൽ നവംബർ 1 വരെ സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ ജനറൽ കലോത്സവത്തിലും അറബിക് കലോത്സവത്തിലും LP UP തലത്തിൽ പരമാവധി കുട്ടികളെ പങ്കെടുപ്പിച്ചു. LP വിഭാഗം മാപ്പിളാപ്പാട്ട് മത്സരത്തിൽ 4ാം ക്ലാസ്സിലെ ഹിബ ഫാത്തിമ 1ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കിയത് മികച്ച നേട്ടമായി. ഹിബയ്ക്ക് സ്നേഹാശംസകൾ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നവംബർ 1-ന് കേരള പിറവി ദിനത്തിൽ കൗൺസിലർമാരായ ശ്രീ സുരേഷ്, ശ്രീമതി ശ്രീജ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി. നവംബർ 4-ന് നമ്മുടെ ബഹുമാനപ്പെട്ട AEO സത്യൻ സാർ, BPC തുളസീധരൻ സാർ എന്നിവർ സ്കൂൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. നവംബർ 14 ശിശുദിനത്തിൽ ശാസ്ത്ര കലാമേളകളിൽ വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും ശ്രീ മാണിക്കോത്ത് രാജീവൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള തൈക്കാണ്ടോ പരിശീലന ഉദ്ഘാടനവും മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ശ്രീ രാജീവൻ മാസ്റ്റർ നടത്തിവരുന്ന ഈ പ്രവർത്തനത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. അന്നേ ദിവസം മുനിസിപ്പാലിറ്റിയിൽ വെച്ച് നടന്ന ഹരിതസഭയിൽ 5ാം ക്ലാസ്സിലെ 6 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും സ്കൂൾ ലീഡർ ഫൈഹ മറിയം ലിളാർ നമ്മുടെ സ്കൂളിന്റെ ഹരിത റിപ്പോർട്ട് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. നവംബർ 23-ന് 5ാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡ് ട്രിപ്പ് പഴശ്ശി പ്രൊജക്റ്റിൽ സംഘടിപ്പിച്ചു. നവംബർ 26-ന് വിരവിമുക്ത ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വിരഗുളിക നൽകി.
ഡിസംബർ 11 ആഗോള മില്ലറ്റ് ദിനം ആചരിച്ചു. മില്ലറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. അന്നേ ദിവസം LKG UKG ഫ്രൂട്ട്സ് ഡേ സംഘടിപ്പിച്ചു. ഡിസംബർ 16 സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ശ്രീ മൂസക്കുട്ടി മാസ്റ്ററുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഖലീൽ 2 മാധ്യമ പത്രങ്ങൾ ഒരു വർഷക്കാലം സ്പോൺസർ ചെയ്തു. അതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ അവസരത്തിൽ മൂസക്കുട്ടി മാസ്റ്ററെ അനുസ്മരിക്കുന്നു. അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉപജില്ലാതലത്തിൽ നമ്മുടെ കുട്ടികൾ വിജയം കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ കണ്ണൂർ റവന്യൂ ജില്ലാ അറബിക് അധ്യാപക മത്സരങ്ങളിൽ റിപ്പോർട്ടിംഗ്, ഭാഷാന്തരണം, വാർത്താ പ്രക്ഷേപണം എന്നീ ഇനങ്ങളിൽ ശ്രീ സിദ്ദിഖ് മാസ്റ്റർ A ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഡിസംബർ 18 ലോക അറബിക് ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് ശ്രീ സിദ്ദിഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അറബിക് പ്രദർശനവും നടന്നു. ഡിസംബർ 20 ക്രിസ്തുമസ് ആഘോഷിച്ചു. അതോടൊപ്പം മട്ടന്നൂർ HNC ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസും സ്കൂളിലേക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് സമർപ്പണവും നടന്നു. ജനുവരി 3 മൂന്നാമത്തെ PTA ജനറൽ ബോഡി യോഗവും ശേഷം ക്ലാസ് PTA യോഗവും നടന്നു. ജനുവരി 16 ശുചിത്വ മിഷൻ അംഗങ്ങൾ സ്കൂൾ സന്ദർശിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഈ വർഷത്തെ പഠനയാത്രയുമായി ബന്ധപ്പെട്ട് ജനുവരി 18 ശനിയാഴ്ച കോഴിക്കോട് ആക്റ്റീവ് പ്ലാനറ്റ് സന്ദർശിച്ചു. 50 കുട്ടികളും 6 അധ്യാപകരും 10 PTA അംഗങ്ങളും പഠനയാത്രയിൽ പങ്കെടുത്തു. തൊട്ടടുത്ത ആഴ്ച തന്നെ പ്രീ പ്രൈമറി കുട്ടികൾ പഴശ്ശി പ്രൊജക്റ്റിൽ സന്ദർശിച്ചു. ജനുവരി 24 ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയത്തോടനുബന്ധിച്ചുള്ള A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ചു. ജനുവരി 31 സ്കൂൾ തല സ്പോർട്സ് നടന്നു. LKG മുതൽ 5 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് രസകരവും വൈവിധ്യവുമാർന്ന മത്സരങ്ങൾ നടത്തി. ഫെബ്രുവരി 13 ഷുഐബ് ചരമദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ബന്ധപ്പെട്ടവർ ബിരിയാണി നൽകുകയുണ്ടായി. ഫെബ്രുവരി 28 നടന്ന LSS പരീക്ഷയിൽ 9 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. സ്കൂൾ ആരംഭം മുതൽ തന്നെ ക്ലാസ് ടീച്ചർ റാഷിദ ടീച്ചറുടെ നേതൃത്വത്തിൽ ആവശ്യമായ പരിശീലനം കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മാർച്ച് 7 സ്കൂൾ തല പഠനോത്സവം സംഘടിപ്പിച്ചു. ശാസ്ത്രം, ഗണിതം, ഭാഷ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ മികവാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കൗൺസിലർ ശ്രീമതി ശ്രീജ TV ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 14 വൺ ഡേ വൺ വേർഡ്, ഒരു ദിനം ഒരറിവ് എന്നിവയുമായി ബന്ധപ്പെട്ട് മെഗാ ക്വിസ് നടത്തി വിജയികളെ കണ്ടെത്തി. ക്ലാസ്സിൽ പഠന മികവ് പുലർത്തുന്നവരെ കണ്ടെത്താനുള്ള ടാലന്റ് എക്സാം മാർച്ച് 17 നടത്തി വിജയികളെ കണ്ടെത്തി. മാർച്ച് 17 നടന്ന അസംബ്ലിയിൽ വിദ്യാരംഗം കൺവീനർ ശ്രീമതി അഞ്ജു ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ സ്കൂൾ മാഗസിൻ ഇതളുകൾ പ്രകാശനം ചെയ്തു. SSKയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വർഷം സ്കൂളിന്റെ ഭൗതിക സാഹചര്യം പരമാവധി മെച്ചപ്പെടുത്താൻ മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്കൂളിലെ സ്ഥലപരിമിതിക്കകത്തു നിന്ന് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി മുൻവശത്തുള്ള തോട് സ്ലാബിട്ട് സുരക്ഷിതമാക്കുകയും ഹാളുകളെല്ലാം തന്നെ ടൈലിട്ട് ആകർഷകമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ അധ്യയന വർഷം ശ്രീ സണ്ണി ജോസഫ് MLA അവരുടെ ഫണ്ടിൽ നിന്നും 2 കമ്പ്യൂട്ടറുകൾ നമ്മുടെ വിദ്യാലയത്തിന് അനുവദിച്ചതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സർക്കാർ സഹായങ്ങളായ സൗജന്യ പാഠപുസ്തകം, യൂണിഫോം, ഉച്ചഭക്ഷണം, സ്പെഷ്യലരി എന്നിവ യഥാസമയം ലഭിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്കെല്ലാം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി അഞ്ജിത എൻഡോമെൻറ്റും ശ്രീധരൻ മാസ്റ്റർ എൻഡോമെൻറ്റും നൽകി വരുന്നു. കുട്ടികൾ ശ്രീ പ്രകാശൻ വള്ളിത്തോടിൻ്റെ ശിക്ഷണത്തിൽ നൃത്ത പഠനം അഭ്യസിച്ചു വരുന്നുണ്ട്. കൂടാതെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യവും പിന്തുണയുമായി
നല്ലൊരു PTA മദർ PTA കമ്മിറ്റി നമുക്കുണ്ട്. കുടുംബങ്ങളിലെ വിശേഷ അവസരങ്ങളിൽ കുട്ടികൾക്ക് പായസം, ചിക്കൻ കറി തുടങ്ങിയ വിഭവങ്ങൾ നൽകാറുണ്ട്. വർഷങ്ങളായി ഒരമ്മയുടെ സ്നേഹത്തോടെ കരുതലോടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കി നൽകുന്ന നളിനിയേച്ചിയെയും സഹായി പ്രസീതയെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഒരു രക്ഷിതാവിൻ്റെ ശ്രദ്ധയോടുകൂടി വളരെ ഉത്തരവാദിത്തത്തോടെ കുട്ടികളെ വിദ്യാലയത്തിലേക്കും തിരിച്ച് വീട്ടിലേക്കും എത്തിക്കുന്ന സ്കൂൾ വാഹനത്തിൻ്റെ ഡ്രൈവർ ശ്രീ ഹരിയെയും പ്രത്യേകം ഓർക്കുന്നു. ഒരു വിദ്യാലയത്തിൻ്റെ നട്ടെല്ല് അവിടുത്തെ അധ്യാപകരാണ്. സ്കൂളിൻ്റെ എല്ലാ പുരോഗതിക്കും എൻ്റെ ഊർജവും കരുത്തുമായി എന്നോടൊപ്പം നിൽക്കുന്ന സ്നേഹം നിറഞ്ഞ എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 2024-25 വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത്. മാനേജ്മെൻറ്റ്, PTA, അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങി എല്ലാവരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന എല്ലാ നല്ലവരായ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.